Hello guys, welcome back to another video. ഇന്ന് നമ്മൾ ഒരു കിടിലൻ അൺബോക്സിംഗും റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറേ അൺബോക്സിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വീഡിയോസ് നിങ്ങൾ കാണാത്തൊരു നേരത്തെ വീഡിയോ നമ്മൾ ഇതിലുണ്ട്, ചാനലിലുണ്ട്, നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടംപോലെ RGB ഫാൻസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഉപയോഗിക്കാത്ത ഒരു കിറ്റിന്റെ ഒരു RGB കിറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിവ്യൂ ആയിട്ട് തന്നെ വരിക. അപ്പോൾ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ദിസ് ഈസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ആദ്യം പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് ഈ സൈഡിലുള്ളതല്ല, ഫ്രണ്ടിലുള്ള വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് GAMDIAസിന്റെ AEOLUS M2 120 F5R എന്ന് പറയുന്ന ഒരു RGB ഫാൻ കിറ്റാണ്. ഇതിനകത്ത് 5 ഫാൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു റിവ്യൂ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രൊമോഷൻ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഓരോ സിങ്കും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ വെച്ച് വേണമെങ്കിലും ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പാക്കേജിൽ എഴുതിയിട്ടുണ്ട് ഫാൻ 5 പീസ് ഫാൻ ഇതിലുണ്ട്. പിന്നെ AEOLUSന്റെ ഒരു RGB ബോക്സ് ഉണ്ട്, പിന്നെ റിമോട്ട് കൺട്രോളർ ഉണ്ട്, പിന്നെ മൗണ്ടിങ് കിറ്റും, പിന്നെ അങ്ങനത്തെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടർ ഇതാണ് മഞ്ഞ കട്ടർ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ 2 സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇത് ഓക്കെ, ഒരു ഫാനിന്റെ ഒക്കെ അൺബോക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഇതെങ്ങനെ തുറക്കാന്നുള്ളതൊന്നും ഓക്കെ ഗൈസ്, കീറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കീറി, ഇനി ഫുൾ അങ്ങ് കീറാം ഗൈസ്. ഈ ഫാന് ഇത് ഒരു കിറ്റ് മൊത്തമാണെന്ന് തോന്നുന്നു, ഒന്നും വരാത്ത. ഓക്കെ, പാക്കിങ്ങിൽ അവർക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്കതൊക്കെ വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാനാണ്? ഓക്കെ, ഇതെന്താണ്, എന്തോ സംഭവം ഉണ്ടോ നോക്കാം. ഓക്കെ, 1 2 3 ഗൈസ്, 5 ഫാൻസ് ആണ് നമ്മുടെ ഇതിലുള്ളത്. ഈ 5 ഫാന് നമ്മുടെ, എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ ഡീപ് കൂളിന്റെ ഫാൻസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻടെക്കിന്റെ റെയിൻബോ എന്ന് പറയുന്ന പ്രിസം ഫാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഏകദേശം ക്വാളിറ്റി ഫീൽ ഉണ്ട്. അത്രയ്ക്ക് വെയിറ്റ് ഇല്ലെങ്കിൽ ഒരു അല്പം പൊടിക്ക് കുറവാണ്. കാരണം ആ ഫാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിംഗ് ഫാൻസ് ആണ്. റിംഗിൽ മാത്രമേ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതും നമ്മുടെ ഈ അകത്തുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഫാനിനെ പോലെ തന്നെ ബ്ലാക്ക് കളറാണ്. വേറെ ലൈറ്റിങ്ങോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റോ ഒന്നും അല്ല. ഇതില് ഞാൻ ശ്രദ്ധിച്ചതിൽ ഏറ്റവും വലിയ ഏകദേശം അതേ വെയിറ്റ് ഉണ്ട്, പക്ഷെ സ്റ്റിൽ ഇത് ട്രാൻസ്പെറന്റുമാണ്. അപ്പോൾ അത് ട്രാൻസ്പെറന്റ് ആകുമ്പോൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് അത്രയും വെയിറ്റ് ഉണ്ടാവില്ല, സാധാരണ നമ്മുടെ അതുപോലെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ സിലിക്ക ജെൽ. ഓക്കെ, അപ്പം ഈ 5 ഫാന് നമ്മൾ കണക്ട് ചെയ്തതിനൊക്കെ മുമ്പ് നമുക്ക് ഇതിന്റെ കൂടെ എന്തൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു ഫാന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, ഇതിനകത്ത് ഒരു പ്രത്യേക സ്പ്രെഡ് ഒരു കണക്ഷനാണ് വരുന്നത്. നമ്മുടെ നോർമലി ഈ RGB ഫാൻസിനൊക്കെ ആണെങ്കിൽ 2+1 എന്ന് പറയുന്നൊരു ഒരു പിന്നാണ് വരുന്നത്. ഇതിൽ വരുന്നത് 6 എണ്ണം അല്ല 8 പിന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ഈ ഒരു കൺട്രോളറിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഈ ഫാന് നിങ്ങൾ വാങ്ങിച്ചതിന്റെ ഒരു ഗുണമില്ല. കൺട്രോളർ ഇല്ലാതെ ഈ ഫാന് വാങ്ങിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും ഇതേ കേബിളാണ്, ഒരു കേബിളേ വരുന്നുള്ളൂ. പൊതുവേ നമ്മൾ നോക്കുന്ന RGB ഫാൻസിനൊക്കെ ആണെങ്കിൽ ഒരു പവർ കേബിളും വരുന്നുണ്ട്, ഒരു ഇതും വരുന്നുണ്ട്, RGB ലൈറ്റ് കൺട്രോളർ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ബോക്സിനകത്ത് തന്നെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഗൈസ്, ഈ GAMDIAസിന് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ ഇനി പാക്കിങ്ങിന് അടപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, സൈഡ് വഴി ഇതെന്തോ ഭാഗ്യത്തിന് ഇത് തുറക്കാൻ പറ്റും.
നമുക്കിതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ക്രൂസ് 1, 2, 3 കുറച്ച് സ്ക്രൂസ് വരുന്നുണ്ട്. ഒരു 3mm മാഗ്നറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, മാഗ്നറ്റ് ആയിട്ടുള്ള സംഭവം വരുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് നമ്മുടെ കൺട്രോളർ യൂണിറ്റ്. അപ്പോൾ ഇതിന്റെ പിറകെ ഈ 3mm സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ക്യാബിനിന്റെ ബാക്കിൽ ഒട്ടിച്ചു വെക്കാനാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഏതെങ്കിലും അറേഞ്ച്മെന്റ് കേബിൾ മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇളക്കണമെന്നുണ്ടെങ്കിൽ വലിച്ച് വെറുതെ വരത്തില്ല, ഒരു ചെറിയൊരു പ്രഷർ കൊടുക്കേണ്ടി വരും മാഗ്നറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രോളർ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന്റെ പിറകെയാണ് പവർ കേബിൾ. അതായത് ഈ വരുന്ന എല്ലാ ഫാൻസിന്റെയും പവർ പോകുന്നത് ഈ ഒരൊറ്റ കൺട്രോളിങ് യൂണിറ്റിലാണ്. അപ്പം നിങ്ങൾ ഒരു സാറ്റ മാത്രം ഇതിൽ കണക്ട് ചെയ്താൽ മതി. ഇതിൽ എനിക്ക് കാണുന്നതിൽ വെച്ചിട്ട് ഫാൻ 1 തൊട്ട് ഫാൻ 8 വരെ 8 ഫാന് വരെ കണക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതിൽ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പാറ്റന്റഡ് സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഗെയിംഡിയാസിന്റെ ഫാൻ വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഫാൻസ് ഒന്നും വാങ്ങിച്ച് ഇതിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്, അബദ്ധങ്ങളായി മാറും. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് നോക്കിയോളൂ. ഈ ഒരു പിന്ന് കണ്ട, ഇത് 8 പിന്നാണ്. ഇപ്പം ഞാനിത് ഫാൻ 1 തന്നെ കണക്ട് ചെയ്യാം. ഫാൻ 1 കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ, ദാറ്റ്സ് ഇറ്റ്, തീർന്നു. ഇത്ര എളുപ്പമായിരുന്നോ? ഓക്കെ. അപ്പോൾ എല്ലാ ഫാനും എനിക്ക് ഇതിപ്പം കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഒന്ന്. ഓക്കെ, 2, 3. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം 3 ഫാനൊക്കെ എടുത്തുള്ളൂ. ബാക്കി ഫാൻസ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനേ ഉള്ളൂ. എന്നിട്ട് ഇത് നിങ്ങൾ നമ്മുടെ SMPSന്റെ സാറ്റപ്പ് കേബിളിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ സംഭവം നമുക്ക് ഓണാക്കാം. ഓണാക്കുമ്പോൾ ഉള്ള ലൈറ്റിംഗ് എഫക്ട്സ് ഒക്കെ കണ്ട് ആക്ച്വലി എൻ്റെ കണ്ണ് തള്ളി. കാരണം ഇതിന്റെ ആക്ച്വലി ഒരു റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതൊരെണ്ണം നമ്മുടെ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് ഫാനെ പറ്റി അത്രയ്ക്ക് എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ഒരു ഫാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിന്, പ്രൈസും കൂടെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും, എന്തായാലും ഞെട്ടും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ഭയങ്കര ലാഭമാണ്. അപ്പം ഇത് ഇത്രയാണ് ഈ ഒരു സംഭവത്തിൽ വരുന്നത്. ഇത് കൂടാതെ ഓക്കെ, ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. വീണ്ടും നമ്മുടെ ഫാനിന്റെ സ്ക്രൂ, പിന്നെ ഇതൊക്കെ കുറച്ച് കണക്ഷൻസ് ആണ്. ഈ കണക്ഷൻസ് ഒക്കെ എന്തിനാണ് ഉള്ളതെന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, വേറെ ഒരു RGB ഫാൻ കിറ്റിന്റെയും കൂടെ ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഇവരുടെ ഈ ഒരു RGB കൺട്രോളറാണ്, റിമോട്ട് കൺട്രോളറാണ്. ഈ കൺട്രോളറിൽ നിങ്ങൾക്ക് ഇത്രയും സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലൈറ്റ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഈ ഒരു കൺട്രോളറിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഇതാണ് അതിന്റെ റിസീവർ, ഇവിടെ തന്നെയാണ് റിസീവർ. അപ്പോൾ വേറെ റിസീവർ ഒന്നും തപ്പിപ്പോണ്ട. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ലൈറ്റിംഗ് മാറും. ആ ലൈറ്റിംഗ് എഫക്ട്സ് കാണിക്കുന്നതിന് മുമ്പ് ഈ കേബിൾസിനെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ചില മദർ ബോർഡ്സിൽ ലൈറ്റിംഗ് കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗിഗാബൈറ്റിന്റെ ഓറസ് ആയാലും MSIയുടെ ബോർഡായാലും അസൂസിന്റെ ബോർഡിലായാലും ഓരോന്നിനും ഓരോ ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ജിഗാബൈറ്റിനാണെങ്കിൽ RGB ഫ്യൂഷൻ എന്ന് പറയും, MSIക്ക് മിസ്റ്റിക് ലൈറ്റ്, അതേപോലെ തന്നെ അസൂസിന്റെ ബോർഡ്സിന് ഓറ സിങ്ക്. അപ്പം അവരുടെ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റ് എടുക്കുക നിങ്ങൾ. എന്നിട്ട് ഇതാണ് ഈ വെള്ളയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് LED നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്നിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു കണക്ടർ നിങ്ങൾ ARGB സ്പ്ലിറ്റ് ഒരു കേബിൾ ഉണ്ട്, ഒരു പോർട്ട് ഉണ്ടാവും മദർ ബോർഡിൽ. എല്ലാ പോർട്ടിനും ഉണ്ടാവണമെന്നില്ല. അപ്പം ഇല്ലാത്ത പോർട്സിന്, അതായത് ARGB പോർട്ട് ഇല്ലാത്തവർക്ക് ഈ റിമോട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ARGB പോർട്ടുള്ള കുറച്ച് ഹയർ എൻഡ് ആയിട്ടുള്ള X570 അല്ലെങ്കിൽ B50യുടെ ഒരു 10-13,000 രൂപയ്ക്ക് മുകളിലുള്ള മദർ ബോർഡ്സിലാണെന്നുണ്ടെങ്കിൽ ARGBയുടെ ഇതും കൂടെ വരും, കണക്ടറും കൂടെ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കേബിൾ കൊടുത്ത് നിങ്ങളുടെ മദർ ബോർഡിൽ 3 ARGBയുടെ ഒരു പോർട്ട് ഉണ്ട്, അതിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാം സോഫ്റ്റ്വെയർ വെച്ച്. അപ്പോൾ സോഫ്റ്റ്വെയർ വേണ്ട, എൻ്റെ കയ്യിൽ കുറഞ്ഞ ബോർഡാണ് ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു പോർട്ട് ഞാൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിമോട്ട് തന്നെ യൂസ് ചെയ്യാം. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ആൾറെഡി ട്രൈ ചെയ്തൊരു സാധനമാണ്. കാരണം ഇങ്ങനെ ഒരു ഫാൻ ഇതുള്ളതുകൊണ്ട്, റിമോട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ലൈറ്റോ വേണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ്ലി ഓഫ് ചെയ്ത് വിടാം. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതിന്റെ ഫുൾ സെറ്റപ്പ് ലൈറ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അതിന്റെ എഫക്ട്സും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ സിസ്റ്റം റെഡി ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെ കമന്റ് ചെയ്യുക. നേരത്തെ വീഡിയോസ് കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോ കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.